സോ വളരെയധികം സാങ്കേതിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും ഞാൻ എടുക്കുന്ന ഒരു വീഡിയോ ആണിത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ എടുക്കാൻ എനിക്ക് 2 ദിവസമായിട്ട് പറ്റുന്നില്ല. ഒന്നിലെ കറണ്ട് പോകും, അല്ലെങ്കിൽ ഫാനിൻ്റെ കരകര ഒച്ച, AC-യുടെ ഒച്ച, മൈക്ക് ഓഫ് ആകുന്നു, ഐഫോണിൻ്റെ സ്റ്റോറേജ് തീരുന്നു. അങ്ങനെ ഇത്രയും നാളും ഇല്ലാത്ത പ്രശ്നങ്ങളാണ് ഈ വീഡിയോ എടുക്കാൻ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ വീഡിയോ എടുക്കുന്നതിന് എന്തോ ബുദ്ധിമുട്ടുകൾ ഞാൻ കാണപ്പെടുന്നു. പക്ഷേ ദൃഢനിശ്ചയോടാണ് ഞാൻ ഇന്നിവിടെ വന്നിരുന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഈ വീഡിയോ ഇന്ന് പോസ്റ്റ് ചെയ്യുന്ന അത്രയും ഉറപ്പോടെയാണ് ഞാൻ ഇരുന്ന് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഇത് ലല്ലു എന്നോട് ചെയ്ത കാര്യങ്ങളല്ല ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ലല്ലുവിൻ്റെ നാടകത്തിനെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അതായത് ലല്ലു എന്താണ് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആൾക്കാരിലോട്ട് ഈ ഡ്രാമ നടത്തുന്നത് എന്നുള്ളൊരു സോളിഡ് വീഡിയോ ആണിത്. സോ ലല്ലു മിസ്രിയുടെ നാടകത്തിനെ പറ്റിയാണ് നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. മിസ്രി എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു. അപ്പോഴാണ് ഞാൻ കുറേ കാര്യങ്ങൾ അറിയുന്നത്, ലല്ലു എന്തൊക്കെ രീതിയിലാണ് ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതെന്ന്. ഞാൻ ആദ്യമേ അവളോട് പറഞ്ഞായിരുന്നു, നീ പണിക്ക് നിൽക്കരുത്, കാരണം അവൻ പല രീതിയിലും മാനിപ്പുലേറ്റ് ചെയ്യുമെന്ന്. പക്ഷേ ആ കുട്ടിക്ക് എന്തോ അബദ്ധം പറ്റിപ്പോയി, അത് വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം അവൻ ആ രീതിയിൽ, ഏത് ലെവൽ ഓഫ് രീതിയിലും അവൻ താഴും എന്ന് ഞാൻ കുറേ നാളായിട്ട് അവൻ്റെ കൂടെ ജീവിച്ച ആളായതുകൊണ്ട് എനിക്കറിയാം അവൻ എങ്ങനെയൊക്കെ ഒരാളോട് കള്ളം പറയും, എന്തൊക്കെ രീതിയിൽ അവൻ മാനിപ്പുലേറ്റ് ചെയ്യുന്നു. ആശാൻ്റെ ഷിബിലിയുടെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഷിബിലി കുറേ കരയും. അതായത് പെൺപിള്ളേർ പോലും ഇത്രയും കരയത്തില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കരഞ്ഞൊരാളെ വീഴ്ത്തി അവരെ മാനിപ്പുലേറ്റ് ചെയ്ത് അവരോട് ഫാമിലി സെൻറ്റിമെൻറ്റ്സ് ഇറക്കി, എനിക്കാരുമില്ല, ഞാൻ ഒറ്റപ്പെട്ടാണ് ജീവിക്കുന്നത്, പോരാഞ്ഞിട്ട് എൻ്റെ കയ്യിൽ ഫണ്ടില്ല, ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയാണ്, ഫസി അങ്ങനെയാണ്, ഫസി എന്നെ ഇങ്ങനെ ചെയ്ത്, ഫസി അത് ചെയ്ത്, എന്നെ ഒരു നീ പറയുന്നുണ്ട് നീ സമൂഹത്തിൻ്റെ മുന്നിൽ ഫസി എന്നൊരു വ്യക്തിനെ പറ്റി എവിടെയും പറയുന്നില്ലെന്ന്. പക്ഷെ നീ നാട് നീളെ നടന്ന് എന്നെപ്പറ്റി കുറേ വേണ്ടാതീനെ വിളിച്ച് പറയുന്നത് ഞാൻ അറിയുകയും അതിനെപ്പറ്റി ഞാൻ നിന്നോട് ചോദിച്ചപ്പോൾ നീ തത്തയ്ക്ക ബുത്തയ്ക്ക കളിക്കുകയും ചെയ്തിരുന്നു. അതും എനിക്ക് പ്രശ്നമില്ല, പോട്ടെ. പക്ഷെ ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ നീ എൻ്റെ തലയിൽ ഇടുന്നത്, എൻ്റെ പൊന്ന് ഷിബിലി, വെറും നാറിയ പരിപാടിയാണെന്ന് ഞാൻ പറയത്തുള്ളൂ. ചെയ്ത കാര്യങ്ങൾ നിനക്ക് പറയാം. നിനക്കൊരാളെ ട്യൂൺ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ നിനക്കൊരാളെ റൂട്ടാക്കണമെങ്കിലോ നീ എന്നെ അവിടെ നടുക്ക് നിർത്തി ഞാനൊരു വെറും ഒരു വൃത്തികെട്ട സ്ത്രീയാണെന്ന് വരുത്തി തീർത്തിട്ടാണ് നീ ഒരാളെ മയക്കുന്നത്. ആ പരിപാടി നീ ആദ്യമേ നിർത്തുക. കാരണം ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ തനി സ്വഭാവം ഒരാൾ പുറത്ത് അറിയും. അതായത് ഇപ്പോൾ മിസിരിക്ക് സംഭവിച്ച പോലെ ഇനിയും ആൾക്കാർ, ഇനി നീ ആരെയൊക്കെ പറ്റിക്കുന്നോ അവർക്കൊക്കെ കുറച്ച് നാൾ നിനക്ക് നിന്റെ നാടകം മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുമായിരിക്കും. പക്ഷേ കുറച്ചധികം നാളോട്ട് മുന്നോട്ട് പോകുമ്പോൾ നിനക്ക് ഈ നാടകം മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റത്തില്ല. കാരണം നിന്നെപ്പോലത്തെ ഒരാൾക്ക് ഒരിക്കലും വൺ വുമൺ വൺ ലൈഫ് എന്നുള്ള രീതിയിൽ നിനക്ക് ജീവിക്കാൻ പറ്റത്തില്ലെന്ന് നീ തെളിയിച്ച് തന്ന ആളാണ് എനിക്ക്. അതുകൊണ്ട് നമുക്ക് അതിലോട്ട് പോകണ്ട. ആൻഡ് ബേസിക്കലി നിനക്ക് മെയിനായിട്ട് നീ ഗേൾസിനെ കാണുന്നത് നീ ഒരു പാവേനെ പോലെയാണ്. അതായത് നിനക്ക് നിൻ്റെ കാര്യങ്ങൾ നടന്നു പോകാനും നിനക്ക് പൈസ കിട്ടാനും നിനക്ക് ഗോൾഡ് കിട്ടാനും ഇത്രയും കാര്യങ്ങളല്ലാണ്ട് നീ ഒരിക്കലും ഒരു ഗേളിനെ നിനക്ക് സീരിയസ് ആയിട്ട് നോക്കാനോ അല്ലെങ്കിൽ ഇഷ്ടം എന്നുള്ളൊരു വികാരം നിനക്ക് അവരോട് തോന്നുന്നതോ ഞാൻ ഇതുവരെ നിന്നെപ്പറ്റി കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. നിൻ്റെ പാസ്റ്റ് ഹിസ്റ്ററി ആൻഡ് എന്നോട് ചെയ്തതും ഇപ്പം നീ ചെയ്തുകൊണ്ടിരിക്കുന്നതും അനുസരിച്ച് നിനക്ക് ആൾക്കാരെ പറ്റിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. എൻ്റെ പൊന്ന്, എനിക്ക് നീ തന്ന ട്രോമ എൻ്റെ തലേന്ന് ഇപ്പോഴും എനിക്കത് പോകത്തില്ല. ഞാൻ ഓൾറെഡി നിന്നോട് പറഞ്ഞ കാര്യമാണ്, ഞാൻ ആർക്ക് ക്ഷമിച്ചു കൊടുത്താലും നിന്നെപ്പോലെ ഒരു വ്യക്തിക്ക് ഞാൻ ജീവിതത്തിൽ ക്ഷമിച്ചു തരത്തില്ല. അത് ഞാൻ എവിടെയും എഴുതി ഒപ്പിട്ട് തരാം. ആൻഡ് നീ പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ വീഡിയോ ചെയ്യുന്നത് എനിക്ക് നിന്നെ തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിൻ്റെ തലയിൽ മൂളിച്ചുണ്ടോ അതോ ബോധമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ പറ്റി ഒരിക്കലും നമ്മൾ ഇങ്ങനെ വന്നിരുന്ന് സത്യാവസ്ഥ വിളിച്ച് കൂവത്തില്ല. ഞാൻ മിണ്ടാണ്ടിരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ, ഇത്രയും നാൾ ഞാൻ മിണ്ടാണ്ടിരുന്നത് ഇറ്റ്സ് ബിക്കോസ് എനിക്ക് നീ നന്നാവും, അല്ലെങ്കിൽ ഇത് ശരിയാക്കണം, എങ്ങനെയും സഹിച്ചിട്ടെങ്കിലും ഇത് ശരിയാക്കി എടുക്കണം എന്നൊരു ഇതുണ്ടായിരുന്നു ഉള്ളിൻ്റെ ഉള്ളിൽ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാളും ഇതിനെപ്പറ്റി സംസാരിക്കാണ്ടിരുന്നത്. ഇപ്പം ഞാൻ സംസാരിക്കുന്നത് നിനക്ക് വന്ന് തോന്നുന്നത് ഷിബില എന്നോട് സംസാരിച്ചത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് അവനെ തിരിച്ചു വേണം, അഥവാ ഞാനിത് കണ്ടന്റിന് വേണ്ടിയായിരിക്കും ചെയ്യുന്നത്, റീച്ചിന് വേണ്ടിയിട്ടായിരിക്കുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല ഷിബിലി, നിൻ്റെ ഒരു വികാരം എന്താന്ന്. എന്തിന് നിന്നെയൊക്കെ കണ്ടന്റ് ആക്കേണ്ട ആവശ്യം എനിക്കില്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, നീ ചെയ്ത കാര്യങ്ങൾ ഞാൻ എവിടെയും തുറന്നു പറയും ഷിബിലി. അതെനിക്ക് ഒരു മടിയില്ലാത്ത കാര്യമാണ്. അത് ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും എനിക്ക് കുറേ മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുണ്ടായിരുന്നു. വീഡിയോ കണ്ടിട്ട് മോട്ടിവേറ്റ് ആയി, തല്ലുന്ന ഭർത്താവ് അല്ലെങ്കിൽ ടോക്സിക് ആയിരുന്ന ബോയ് ഫ്രണ്ട്, ചീറ്റ് ചെയ്ത ബോയ് ഫ്രണ്ട്, അവരൊക്കെ ഇട്ടേച്ച് പോകാൻ
വേണ്ടി വീഡിയോ ഒരു മോട്ടിവേഷൻ പോലെ തോന്നിയെന്ന്. ആൻഡ് ഐ എം വെരി ഗ്ലാഡ്. ഞാൻ അറിഞ്ഞോ അറിയാതെയോ ആരുടെയെങ്കിലും ലൈഫ് അങ്ങനെ രക്ഷിക്കുന്നുണ്ടെങ്കിൽ എനിക്കതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അവർ എന്നെപ്പോലെ ഇങ്ങനെ ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളൂ. എന്നെപ്പോലെ ഇപ്പോൾ അല്ല ഞാൻ പറഞ്ഞത്, എന്നെപ്പോലെ സഹിച്ച് പിടിച്ച് ഒരാൾ ശരിയാവുമെന്ന് വിചാരിച്ച് നിങ്ങൾ ജീവിക്കരുത്. നിങ്ങൾ അതിൽ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം. ആൻഡ് ഇങ്ങനെയുള്ളവർ ശരിയാവുമെന്ന് വിചാരിച്ച് നിങ്ങൾ കല്യാണം കഴിക്കരുത്. ആ ആളെ കല്യാണം കഴിഞ്ഞാൽ ശരിയാക്കി എടുക്കാം എന്നൊരു മൈൻഡ് നിങ്ങൾക്കുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ കല്യാണം കഴിഞ്ഞും റെഡിയാവത്തില്ല. എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പറയുവാണ്. അപ്പോൾ നമുക്കിനി നേരെ മിസ്രി സംസാരിച്ച കോളിലോട്ട് പോവാം. മിസ്രി എന്തൊക്കെയാണ് പറഞ്ഞത്, ഇവർ തമ്മിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് കേൾക്കാം. എനിക്ക് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, അവൻ ഈ പറയുന്ന നാടകത്തിന് ഞാൻ കൂട്ടുനിന്നതിന് സോറി. ഈ സമൂഹത്തിന്റെ മുമ്പിൽ എന്നെ ഇത്രയും നാറ്റിച്ചിട്ട് എന്നെ ഒരു ഗ്രൂപ്പിൽ പെടുത്തിട്ട് അവൻ എന്നെ ചതിച്ചിട്ട് നിൽക്കണവനാണ്. നീ പൊന്നൂന്ന് വിളിച്ച ആളാണ് ഈ പറയുന്നത് നീ ചതിച്ചെന്ന്. അപ്പം ഞാൻ ആലോചിക്കുവാണ്, നിന്റെ നാടകവും അവിടെയും പൊളിഞ്ഞു. അതാണ് എനിക്ക് മനസ്സിലാവുന്നത്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ച് സിൻസിയറായിട്ട് നിൽക്കാൻ നോക്കിയാലും നിന്നെക്കൊണ്ട് അത് പറ്റൂല എന്ന് നീ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഷിബിലി. എടി, അവൻ എന്നെ ഈ നാടകത്തിലോട്ട് വലിച്ച് ഇതാക്കിയതാണ്. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ച് ചോദ്യം ചോദിക്കട്ടെ? സോറി, ഫോൺ ഓഫായി പോയിട്ടോ, ഒരു മിനിറ്റ്. അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ദേഷ്യം വരുന്നത്. അതായത് ഇവൻ എന്നെ പറ്റി പറഞ്ഞിട്ടുണ്ടാവൂല എന്തായാലും? പിന്നെ ഇഷ്ടംപോലെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അവൻ എന്നെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് എല്ലാം പറയണമെന്നില്ല, എന്നാലും എന്നെ പറ്റി പറഞ്ഞ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താന്ന് പറയാൻ പറ്റുമോ? മെയിനായിട്ട് പറഞ്ഞാൽ നീ ഒരു ടോക്സിക് പേഴ്സൺ ആണ്, പിന്നെ അതേപോലെ സംശയ രോഗിയാണ്. നിന്നെ എങ്ങനെ സംശയിക്കാണ്ടിരിക്കൂടാ? ഇപ്പുറത്ത് ഞാൻ ഇരിക്കുമ്പം അപ്പുറത്തെ റൂമിൽ പോയിരുന്ന് ചാറ്റ് ചെയ്യുന്ന നിന്നെ ഞാൻ എങ്ങനെ സംശയിക്കാണ്ടിരിക്കും? എല്ലാവരും പറയുന്ന കാര്യമാണ് അവൾക്ക് എന്നെ സംശയരോഗമാണ്, അവൻ എന്നെ സംശയരോഗമാണ്. ഈ സംശയരോഗം എന്നുള്ളൊരു സാധനം വെറുതെ, അതായത് നിങ്ങൾ ഒരാളെ പ്യുവറായിട്ട് സ്നേഹിക്കുമ്പം ഒരിക്കലും ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് സംശയരോഗം എന്നൊരു സാധനം വരത്തില്ല. അത് നിങ്ങൾ ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം. സംശയരോഗം എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓപ്പോസിറ്റുള്ള പാർട്ട്ണറിൽ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തോ തെറ്റ് ചെയ്ത് അവരത് പിടിച്ചു. അതേ പിന്നെയാണ് അവർക്ക് സംശയരോഗം വരുന്നത്. അല്ലാണ്ട് അവർക്ക് സംശയരോഗം വരത്തില്ല. മനസ്സിലായോ? ഇനി അടുത്ത കേൾക്കാം. പിന്നെ അവൻ ചെയ്യുന്ന ചാറ്റ് എല്ലാം നിന്നെ തലേന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നീ ഫുഡ് കൊടുക്കത്തില്ല, നീ ഒരു ജോലി ചെയ്യത്തില്ല, അവനാണ് എല്ലാ കാര്യങ്ങളും ക്ലീനിങ് അടക്കം അവനാണ് ചെയ്യണതെന്നും, അതേപോലെ എന്നൊന്ന് വാപ്പ ഉമ്മ, നിന്റെ വാപ്പ ഉമ്മ എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ പണക്കം വന്നു കഴിഞ്ഞാൽ അവന്റെ അടുത്ത് ഓടിച്ചെന്ന് പറയുന്നു, നിനക്കൊരു ബിസിനസ് തുടങ്ങി തരാം, നീ നിക്കണം എന്നും പറഞ്ഞ് അവനെ അത്രയും ഇതായിട്ട് നിർത്തുമെന്നും. പിന്നെ അതേപോലെ നിന്റെ കാറ് തന്നെ അവന്റെ പകുതി ഫണ്ടുണ്ടെന്നും. അതായത് എന്റെ വാപ്പ വാങ്ങിച്ച കാറ് അവന്റെ പകുതി ഫണ്ടാണെന്നും അത് നീ വിട്ടു കൊടുക്കുന്നതാണെന്നും നീ എടുത്തുന്നും അവൻ പറഞ്ഞു. കിയയുടെ കാറ്, അതായത് നമ്മുടെ നിക്കാഹ് കഴിഞ്ഞ് എൻ്റെ ഉപ്പ ഗിഫ്റ്റ് ചെയ്ത കാറ്, നീ പറയുന്നത് നീ പകുതി ഫണ്ട് ഇട്ടെന്ന്. എവിടെ നീ പകുതി ഫണ്ട് ഇട്ടു? എനിക്ക് മനസ്സിലാവുന്നില്ല. ആ വണ്ടിയുടെ ഏത് കാര്യത്തിനാണ് നീ പകുതി ഫണ്ട് ഇട്ടത്? നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെ പച്ചക്കള്ള ഒരാളോട് പറയാൻ പറ്റുന്നത്? നിനക്ക് ഫുഡ് തന്നില്ല എന്ന്. നിനക്ക് എന്ത് ഫുഡ് തന്നില്ല? നിനക്ക് അവിടെ ഇരിക്കുമ്പം 24 മണിക്കൂറും ഫോണിൽ കളിക്കുന്ന നിനക്ക് ഞാൻ ഇവിടെ അടുക്കളയിൽ ഇരുന്ന് നിനക്ക് ഫുഡ് വാരി തന്നുകൊണ്ടിരുന്ന ആളാണ്. അതായത് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഞാനാണ് നിനക്ക് ഫുഡ് വാരി തന്നുകൊണ്ടിരുന്നത്. നിൻ്റെ വീട്ടിലാണെങ്കിൽ പോലും ഞാനാണ് നിനക്ക് ഫുഡ് വാരി തന്നുകൊണ്ടിരുന്നത്. എന്നിട്ട് നീ പറയുകയാണ് നിനക്ക് ഫുഡ് തന്നിട്ടില്ല എന്ന്. ഞാൻ ആലോചിക്കാം നിൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു നിനക്ക് ഇങ്ങനെ ഒരാളെ പറ്റി ഓപ്പണായിട്ട് ഒരാളോട് പറയാൻ പറ്റുന്നുണ്ടല്ലോ. അതായത് ഇത്രയും നേരെ ഓപ്പോസിറ്റ് നടന്ന കാര്യം ഇത്രയും കറങ്ങി തിരിച്ചിട്ട് നിനക്ക് ഇങ്ങനെ പറയാൻ പറ്റുന്നുണ്ടല്ലോ. നിന്റെ കഴിവ് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. പിന്നെ അതേപോലെ നീ ജോലിക്ക് വിടത്തില്ലാന്നും അവന് പലവട്ടം അവൻ ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് ഓരോ ജോലിക്ക് പോവാൻ വേണ്ടിട്ട്, പക്ഷെ നീ വിടത്തില്ലാന്ന്, നിനക്ക് അത് ഇഷ്ടമില്ലാന്ന്. യുഎന്ന് പോയിട്ട് കഷ്ടപ്പെട്ടെന്തോ 12 ലക്ഷം എന്തോ കൊണ്ടുവന്നപ്പോഴത്തേന് നീ അതിനെ മൊത്തവും അടിച്ച് തീർത്ത് നിനക്ക് വേണ്ടി ഫുള്ള് ചെലവാക്കിയപ്പോ അവനൊരു വിലയും നീ അതിനുശേഷം കൊടുത്തിട്ടില്ല. അതിന് പോയി ഇവൻ ജോലി എടുത്ത് 12 ലക്ഷമായിട്ട് വന്നു.
UAE പോയി നീ എവിടെയാണ് 12 ലക്ഷമായിട്ട് വന്നത്? നിന്റെ അക്കൗണ്ടിൽ നിന്റെ ഗൂഗിൾ പേ സ്റ്റേറ്റ്മെന്റ് എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവില്ല. നീ ആ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് ഒന്ന് കാണിച്ചു തരണം കേട്ടോ. നീ UAE പോയിട്ട് എന്ത് ജോലി ചെയ്തിട്ടാണ് നിനക്ക് 12 ലക്ഷം രൂപ വന്നേന്ന്. ഇനി പോട്ടെ, എനിക്ക് വേണ്ടി നീ ചെലവാക്കിയ ആ ഒരു പൈസയുടെ ഇത് നീ ഒന്ന് കാണിച്ചു തരണം. കാരണം ഇത്രയും നാളും ഞാൻ എവിടെയും മ്ലേച്ഛമായിട്ടുള്ള കാര്യം കണ്ടില്ല. പക്ഷെ റിലേഷൻ ആയപ്പോൾ തൊട്ട് നീ എൻ്റെ അടുത്ത് നിന്ന് പോകുന്ന വരെ ഞാനാണ് എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്നത്. നിന്റെ വണ്ടിയുടെ EMI, AC-യുടെ EMI, നിന്റെ എല്ലാ ആവശ്യങ്ങളും നടത്തിക്കൊണ്ടിരുന്ന ആളാണ് ഞാൻ. ആ എൻ്റെ ചെലവ് നീ നോക്കിയെന്ന് നീ ഒരാളോട് പറയുമ്പം എൻ്റെ പൊന്ന് ശിബിലി, നിന്നെ ഞാൻ ജോലിക്ക് വിട്ടില്ല. പലപ്പോഴായിട്ട് നീ ശ്രമിച്ചത്. നീ ഒരാണല്ലേടാ. നിന്നെ ഞാൻ ജോലിക്ക് എന്തിനു വിടാണ്ടിരിക്കണം? ഞാൻ ജോലിക്ക് വിടാണ്ട് നിന്നെ പിടിച്ചോണ്ടിരുന്നിട്ട് എനിക്ക് എന്ത് കിട്ടുന്നു? നീ എന്ന് ജോലിക്ക് പോകാൻ നോക്കിയത്? നീ ഇതുവരെ ജോലിക്ക് പോകാൻ നോക്കിയിട്ടില്ല. നിനക്ക് ജോലി എടുക്കുന്ന തീരെ താല്പര്യമില്ലെന്നും നിന്റെ ഫ്രണ്ട്സിനോടടക്കം നീ പറഞ്ഞ കാര്യമാണ് അവളുടെ കൂടെ നിന്ന് ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോകാൻ ഒരു പണി എടുക്കണ്ടെന്ന്. അതിനാണ് നീ എന്നെ കെട്ടിയതെന്ന് വരെ എനിക്കിപ്പോൾ മനസ്സിലായി തുടങ്ങി. കാരണം നിനക്ക് ആകെ ആവശ്യമുള്ളത് നിന്റെ ലൈഫ് ഇങ്ങനെ സ്മൂത്തായിട്ട് പോകണം. ഒരാളുടെ ഒരു ചിലവും ഇതൊന്നും നോക്കാണ്ട് ഒരാളുടെ കീഴിൽ അങ്ങനെ അങ്ങ് പോയാൽ മതി. അതായത് സ്മൂത്തായിട്ട് റൺ ചെയ്യണം. നിനക്കൊരു പ്രശ്നവും വരരുത്, നീ കഷ്ടപ്പെടരുത്. അതാണ് നിന്റെ സ്വഭാവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ആൻഡ് ഓൾസോ ഫ്രം യുവർ ഹിസ്റ്ററി, നിനക്ക് പൈസ മാത്രം മതി ശിബിലി. പൈസയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ പെണ്ണിന് വേണ്ടി നീ ഏതറ്റം വരെയും പോകുന്ന ഒരു വ്യക്തിയാണ്. നിന്റെ പ്രവൃത്തിന്ന് തെളിഞ്ഞു. ബാക്കി കേൾക്കാം. അത് ഞാൻ തീർത്തു. അത് നീ കംപ്ലീറ്റ് അടിച്ചു തീർത്ത്. അപ്പൊ അവന്റെ കയ്യിൽ ഒരു ക്യാഷും ഇല്ലാതെ നീ ആക്കി അവനെ നിന്റെ വീട്ടിലൊരു ജയിലിനുള്ളിൽ നീ ഒരു സ്ഥലത്ത് പോലും വിടാതെ അവൻ അത്രയും ഇതായിട്ട് നിർത്തി. ടോർച്ചർ ചെയ്ത് ഭയങ്കര ടോക്സിക് ആയിട്ട് അവന്റെ അടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞ ഒരു സിഗരറ്റ് വാങ്ങാൻ പോലും നീ അവനെ പുറത്ത് വിടേയില്ല എന്ന് പറഞ്ഞു. അത്രയും ഇതില് നീ ഭയങ്കര ഒരുമാതിരത്തെ പേഴ്സണൽ. സിഗരറ്റ് വാങ്ങാൻ പോലും ഞാൻ നിന്നെ വിട്ടില്ല. ഞാൻ നിന്നെ എവിടെയും വിട്ടിട്ടില്ല. ഞാൻ നിന്നെ വീട്ടിൽ പൂട്ടിയിട്ടേക്കുവായിരുന്നു. നീ വേറെ രീതിയിൽ പറഞ്ഞാൽ ഞാൻ നിക്കാഹ് കഴിക്കുന്നതിന് മുന്നേ അതും നിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്ത് നിക്കാഹ് ചെയ്തു. ഇപ്പം നീ പറയുന്നത് നിന്നെ എവിടെയും വിട്ടില്ല. അത് ഞാൻ നിന്നെ ചങ്ങലക്കിട്ടേക്കുമായിരുന്നോ? എൻ്റെ വീട്ടിൽ നിന്നെ ഞാൻ പൂട്ടിയിട്ടേക്കുമായിരുന്നു. കാരണം ഇത്രയും നാളും ചെയ്ത വീഡിയോസിലൊന്നും ആൾക്കാർ ചങ്ങല കണ്ടിട്ടുണ്ടോ അതോ നിൻ്റെ മുഖത്ത് എന്തെങ്കിലും പ്രശ്നം കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നിന്നെ എവിടെയാണ് പൂട്ടിയിട്ടേക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അതൊന്ന് തെളിയിച്ചു തന്നാൽ കൊള്ളായിരുന്നു. ഞാൻ നിന്നെ പൂട്ടിയിട്ടെന്ന് പറയുന്ന സംഭവം നീ പറയുന്നിടത്തൊന്നും ഞാനെന്തോ ഒരു താടകയാണ്. എനിക്കറിയത്തില്ല. നമ്മളൊരാൾ ഇത്രയും ഇഷ്ടപ്പെട്ട് ഇത്രയും സിൻസിയറായി നോക്കിക്കഴിഞ്ഞ് ആ ആളെന്നെ പറ്റിച്ച് പോയിട്ട് നേരെ തിരിഞ്ഞ് നമ്മളെപ്പറ്റി ഇരുന്ന് കുറ്റം പറയുമ്പം കേൾക്കുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ശിബിലി. കാരണം ഈ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇത്രയും ഞാൻ കൊണ്ട് നടന്നിട്ട് നീ എന്നെപ്പറ്റി ഇങ്ങനെയാണല്ലോ പറയുന്നതെന്ന് ആലോചിക്കുമ്പം എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര സങ്കടമുണ്ട്. ഇങ്ങനെ ഒരാളാണല്ലോ ഞാൻ സ്നേഹിച്ചെന്ന് ആലോചിക്കുമ്പോൾ. പക്ഷെ ഞാൻ ഈ വീഡിയോ ചെയ്യും. കാരണം നിന്റെ കാര്യങ്ങൾ എനിക്ക് പുറത്ത് കൊണ്ടുവരണമല്ലോ. ബാക്കി കേൾക്കാം. ഒരാളെ മനസ്സിൽ നിന്ന് ഇത്രയും പറയുമ്പോഴത്തേന് ഞാൻ എന്തായാലും വിശ്വസിക്കും. ഞാനല്ല, എല്ലാവരും വിശ്വസിച്ച് പോവും. അവൻ അമ്മാതിരി രീതിയിലാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് നേരിട്ട് കണ്ടായിരുന്നല്ലോ. അപ്പൊ നേരിട്ട് കണ്ടപ്പോഴാണ് ഇതൊക്കെ പറഞ്ഞത്. ഫസ്റ്റ് ഇത് നേരിട്ട് കണ്ടപ്പോഴും എൻ്റെ അടുത്ത് ഓൾറെഡി നേരിട്ട് കണ്ടപ്പോഴും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. പിന്നെ അല്ലാതെ കോൾ ആക്കിയപ്പോഴും, നേരത്തെ കാണുന്നതിന് മുമ്പേ കോൾ ആക്കിയപ്പോഴും ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നേരിട്ട് കണ്ടപ്പോഴെന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചില്, സീന്, അത്രയും ഭയങ്കര കരച്ചിലായിരുന്നു. ഞാൻ ഇത്രയും എന്റെ ജീവിതത്തിൽ ഇത്രയും ഇങ്ങനെ ഒരു ചെക്കൻ കരയണത് ഞാൻ കണ്ടിട്ടേ ഇല്ലായിരുന്നു. കരച്ചിൽ നാടകം. ഈ കരച്ചിൽ നാടകമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നീ ഏതറ്റം വരെയും ഒരാളെ വീഴ്ത്താൻ വേണ്ടി നീ മറ്റേ സീരിയൽ നാടകം കളിക്കുന്നത്. എൻ്റെ കരച്ചിലൊന്നും അല്ല കരച്ചിൽ. ഞാൻ റീൽസിൽ കരയുന്ന കരച്ചിലല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഷിബിലിയുടെ കരച്ചിലെന്ന് വെച്ചാൽ സ്പോട്ടിൽ ഷിബിലി കരയും. അതെങ്ങനെയാണെന്ന് ഞാൻ തന്നെ ആലോചിച്ചിട്ടുണ്ട്. പലവട്ടം എന്നെ പറ്റിച്ചിട്ടും അത് പിടിക്കപ്പെടുമ്പോഴും ഷിബിലി അമ്മാതിരി കരച്ചിൽ കരഞ്ഞിട്ടുണ്ട്. നിനക്ക് ഏത് രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് ഒരാളെ വീഴ്ത്താൻ അപാര കഴിവാണ് ഷിബിലി. നീയാണ് ബിഗ് ബോസിൽ പോകേണ്ടത്. കാരണം നിനക്കൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റും അളിയാ. എനിക്കതേ പറയാനുള്ളൂ. കാരണം നീ ഏത് ലെവലും സ്വിച്ച് ഇട്ട പോലെ ഇങ്ങനെ മാറും. ഓന്ത് ഇത്രയും പെട്ടെന്ന് മാറുമെന്ന് ചോദിച്ചാൽ ഓന്തിന് പോലും ഇത്രയും ഒരു മാറ്റം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ചിരിക്കുവാണെങ്കിൽ നീ കുറച്ച് കഴിയുമ്പം പുളിച്ച തെറി നിൻ്റെ വായിന്ന് വരും. അത് കഴിഞ്ഞ് നീ സ്നേഹം കാണിക്കും. നിൻ്റെ ഒരു പെരുമാറ്റം എനിക്ക് മനസ്സിലാവുന്നില്ല. ബാക്കി കേൾക്കാം.
അന്ന് എന്നെ ഇവൻ എന്തോന്ന് നിന്നെ തലേന്ന് ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ചാറ്റ് ചെയ്തെന്ന് പറഞ്ഞ കൊറേ ചാറ്റുകൾ എനിക്ക് കാണിച്ചു തന്നായിരുന്നു. അതായത് ചാറ്റ് നീ നേരിട്ട് കണ്ട്? ഡയറക്റ്റ് ചാറ്റുകൾ ഞാൻ നേരിട്ട് കണ്ടായിരുന്നു. അപ്പൊ ഇവൻ പറയുന്നുണ്ടായിരുന്നല്ലോ, മറ്റേ വീഡിയോയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു ചാറ്റ് ഫേക്ക് ആണ്, 2 ചാറ്റ് മാത്രം ഉള്ളതുള്ളെന്ന്. അത് ഞാൻ ഇടയ്ക്ക് കേട്ടായിരുന്നു, അവന്റെ ലൈവിൽ അത് വന്ന് അവൻ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇല്ല, ഞാൻ ഡയറക്റ്റ് ഇവൻ അന്ന് ആ കരച്ചിലൂടെ തന്നെ എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു, അളിയാ നീ ഇത് നോക്ക്, അവളെ ഞാൻ തലേന്ന് ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയെല്ലാം ഞാൻ ചാറ്റ് ചെയ്യുമെന്ന് അവൻ സമ്മതിച്ച് അവൻ എനിക്ക് കാണിച്ചു തന്നതാണ്. അല്ല, താങ്കൾ ചാറ്റിനെ പറ്റി പറഞ്ഞത് ഒരു വാട്സപ്പിൽ നിന്ന് വേറെ വാട്സപ്പിലോട്ട് ചാറ്റ് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഫേക്ക് ID ഉപയോഗിച്ച് ചാറ്റ് ചെയ്യാം. അപ്പോൾ താങ്കൾ അവളോട് സമ്മതിച്ചു നീ തന്നെയാണ് ചാറ്റ് ചെയ്തതെന്ന്. അതെന്താണെന്ന് വെച്ചാൽ, നീ ഒരിക്കൽ അവൾ എൻ്റെ അടുത്തോട്ട് എപ്പോഴെങ്കിലും ഒരു രീതിയിൽ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ അവളോട് ഞാൻ ഒരിക്കലും പറയരുത് ഈ കാര്യം, അതായത് നീ ചാറ്റ് ചെയ്ത കാര്യങ്ങളും നിൻ്റെ ചാറ്റും കാര്യങ്ങളൊക്കെ. കാരണം എന്താണെന്ന് വെച്ചാൽ, നീ ഓൾറെഡി അവളുടെ അടുത്ത് പുണ്യാളനായിട്ട് നീ ചാറ്റ് ചെയ്തിരുന്നു, അതെന്നെ ഒഴിവാക്കാൻ എന്നുള്ള രീതിയിൽ ഒരു ഇമേജ് നീ അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ എനിക്ക് മനസ്സിലാവാത്തത്, എന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരുന്നെങ്കിൽ താങ്കൾ എന്തിന് ഒരു സെക്കൻഡറി ഫോണും കാര്യങ്ങളും ഒക്കെ ഒളിപ്പിച്ച് വെച്ച് ജീവിച്ചിരുന്നു? അല്ലെങ്കിൽ താങ്കൾ എന്തിനാണ് അതിലൊരു സിം ഇട്ട് അതിൽ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നത്? എന്തിനാണ് ഡേറ്റിംഗ് ആപ്പും കാര്യങ്ങളൊക്കെ അതിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്? താങ്കൾ ഇത്രയും പബ്ലിക്കായിട്ട് എന്നെ ചീറ്റ് ചെയ്ത് കൊട്ടി ഘോഷിച്ചുകൊണ്ടിരുന്ന ആളല്ലേ? അങ്ങനെയാണല്ലോ പറയുന്നത്, എന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരുന്നെന്ന്. അപ്പോൾ എന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരുന്നെങ്കിൽ നിനക്ക് നാവിൽ നാക്കില്ലേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നീ ഇതുവരെ വാക്കാലെ എന്നെ ഒഴിവാക്കണമെന്നോ ഇതൊന്നും പറഞ്ഞിട്ടില്ല. നിൻ്റെ പ്രവർത്തികൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. ആൻഡ് ഇപ്പം നീ വന്ന് പറയുന്ന നാടകമാണ് എന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നീ ചാറ്റ് ചെയ്തതെന്ന്. പക്ഷെ ഇതിൽ ഒരു കാര്യം എനിക്ക് ബോധ്യമായി, അറ്റ്ലീസ്റ്റ് നീ ചാറ്റ് ചെയ്ത് കുറേ ചാറ്റ് നീ അവളെ കാണിച്ചല്ലോ. ഇനി നീ പറയത്തില്ലല്ലോ സമൂഹത്തിൻ്റെ മുന്നിൽ നീ അല്ല ചാറ്റ് ചെയ്തതെന്ന്. അതുകൊണ്ട് എനിക്ക് നന്ദിയുണ്ട്. ഓക്കെ, അപ്പൊ നീ അത് വിശ്വസിച്ചു എന്നെ ഒഴിവാക്കാൻ വേണ്ടിയാണ്? സ്വാഭാവികമായിട്ട് എനിക്ക് നിന്റെ അടുത്തൊരു ദേഷ്യം തോന്നാതിരിക്കൂല. കാര്യം ആ ചെറുക്ക അമ്മാതിരി കരച്ചിൽ കാരണം ആർക്കായാലും നിന്റെ അടുത്തൊരു ദേഷ്യം എനിക്ക് ഫീൽ ചെയ്ത് എനിക്ക് വല്ലാത്തൊരു പേഴ്സണായിട്ട് നിന്നെ തന്നെ എനിക്ക് തോന്നി. അതേപോലെ നീ കാരണമാണ് അവന്റെ വീട്ടില് അവനെ കേറ്റാത്തതെന്നും അങ്ങനെയൊക്കെ എന്റെ അടുത്ത് ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, ഞാൻ കാരണം അവന്റെ ഫാമിലി അവനെ ഒഴിവാക്കിന്നോ? ഫാമിലി ഒഴിവാക്കി, പിന്നെ നീ കാരണം അവനെ വീട്ടിൽ കേറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ കാരണമാണോ നിന്നെ വീട്ടിൽ കയറ്റാത്തത്, അതോ നിൻ്റെ പ്രശ്നം കൊണ്ടാണോ നിന്നെ വീട്ടിൽ കയറ്റാത്തത്? ആ ഫാമിലി അത്രയും നല്ല ആൾക്കാരാണ്. അവർ എൻ്റെ നിക്കാഹ് വന്നപ്പോഴാണെന്ന് തോന്നുന്നു എനിക്ക് നിന്നോട് അവർ സംസാരിച്ചതെന്ന് വരെ തോന്നുന്നു. കാരണം അതിന് മുന്നേ നിൻ്റെ ചില പ്രവർത്തികൾ കാരണം അവർ സംസാരിക്കാണ്ടിരുന്ന വ്യക്തികളാണ് നിന്നോട്. നിക്കാഹോട് കൂടി നീ നന്നായെന്ന് വിചാരിച്ച് അങ്ങനെ അവർ കഷ്ടപ്പെട്ട് നിക്കാഹ് നടത്തി തന്ന ആൾക്കാരാണ്. അത് കഴിഞ്ഞിട്ടും നീ നന്നായില്ല എന്നവർക്ക് ബോധ്യമായോടെയാണ് നിൻ്റെ ഫാമിലി നിന്നെ അംഗീകരിക്കാത്തത്. അത് നീ ആദ്യം മനസ്സിലാക്കണം. അല്ലാണ്ട് ഞാനെന്നൊരു വ്യക്തി കാരണമല്ല നിൻ്റെ ഫാമിലി നിൻ്റെ ലൈഫിൽ നിന്ന് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നേരിട്ട് പറഞ്ഞ കാര്യം? ഇല്ല, നേരത്തെ പറഞ്ഞ കാര്യം. അത് കഴിഞ്ഞ് നിനക്ക് അവനെ അത്രയും കംഫർട്ട് ചെയ്യണമെന്ന് തോന്നി? അതായത് ഇത്രയും മോശമായിട്ടിരിക്കുന്ന ഒരാളെ ഇത്രയും ഇമോഷണലി ഞാൻ ഒരാളെ ജീവിതം അത്രയ്ക്ക് ഒരു വ്യക്തി കാരണം തൊലഞ്ഞു തകർന്നു എന്നൊക്കെ പറഞ്ഞ് ഇമോഷണലി എന്നെയും അതിലോട്ട് അവൻ ഇൻക്ലൂഡ് ആക്കി. കാര്യം അവൻ എപ്പോഴും എന്നെ വിളിക്കുമ്പോ ഭയങ്കര ഇമോഷനായിട്ട്, അയ്യോ എന്റെ കയ്യിൽ ഫണ്ടില്ല, ഞാൻ എന്നെ ആരും എനിക്കില്ല, ഫാമിലി ഇല്ല, അവളെല്ലാം തൊലച്ച് എന്നുള്ള ഒരു രീതിയിൽ നിന്ന് സംസാരിക്കുമ്പോ ആർക്കായാലും തോന്നും, അയ്യോ ഒറ്റയ്ക്ക് നിൽക്കുന്ന പേഴ്സൺ എന്നുള്ളൊരു കൺസേൺ എനിക്ക് അവന്റെ അടുത്ത് തോന്നി. അപ്പൊ ഞാനുണ്ടല്ലോ ഒക്ടോബർ 3-ാം തീയതി ഞാൻ ഇവനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അതായത് സംസാരിച്ച് തീർക്കണമെന്ന് പറഞ്ഞു. നിന്നെ ബ്ലോക്ക് ചെയ്ത്? എന്നെ ബ്ലോക്ക് ചെയ്ത്. ഓക്കെ, അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ഫസി ഇതേപോലെ ഫസീന്റെ ഉപ്പ വന്ന് തലാക്ക്, അവൻ അതുവരെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞങ്ങള് തലാക്ക് ചൊല്ലിയിട്ടില്ല എന്നുള്ളത് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ഒക്ടോബർ 3-ാം തീയതി അവൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ തലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മളെ മതപരമായിട്ട് നിങ്ങൾ ഡിവോഴ്സ് ആയി എന്നല്ലേ, നിങ്ങൾ ഡിവോഴ്സ് ആയി, നിങ്ങൾ തലാക്ക് ചൊല്ലി ഉപ്പാക്ക് തന്നു എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അതായത് ഒക്ടോബർ 3 നമ്മൾ തലാക്ക് ചൊല്ലിന്ന് അവൻ നിന്നോട് പറഞ്ഞത്? എന്റെ അടുത്ത് പറഞ്ഞു. എന്നിട്ട് അവൻ
എന്നെ ഒക്ടോബർ 3-ാം തീയതി എനിക്ക് തോന്നുന്നത് പകലൊന്നും അങ്ങനെ വിളിച്ചിട്ടേ ഇല്ല. രാത്രി എപ്പോഴോ വിളിച്ചിട്ടാണ് പറഞ്ഞത്, അളിയാ തലേന്ന് പോയി, ഞാൻ തലാക്ക് ചൊല്ലി ഒഴിവാക്കി എന്നൊക്കെ പറഞ്ഞു. ഒഴിഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചായിരുന്നു. അടിപൊളി. അപ്പൊ എന്റെ പ്രേതമായിരുന്നു അവന്റെ കൂടെ ഉണ്ടായിരുന്നത്. പോട്ടെ, കുഴപ്പമില്ല. അതെനിക്ക് അറിഞ്ഞൂടെ. എന്നെ രാത്രി വിളിച്ചിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത്, തലേന്ന് പോയി ആളെ ഉപ്പാക്ക് തലാക്ക് ചൊല്ലിക്കൊടുത്ത് ഒരു വന്നിരുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചു. അത് കഴിഞ്ഞു. ഒക്ടോബർ 3-ാം തീയതി ഞാനിത് കേട്ടിട്ട് എൻ്റെ റിലേ കുറച്ച് നേരം പോയി. ഞാനിത് ആലോചിക്കുമായിരുന്നു. ഒക്ടോബർ 3-ാം തീയതി ഈ വൃത്തികെട്ടവൻ എന്നെ വിളിച്ചിട്ട് എല്ലാം ശരിയാക്കണം എന്നുള്ള രീതിയിൽ വന്ന് സംസാരിച്ച് എല്ലാം ആക്കി. എൻ്റെ ഉപ്പ വന്നെന്ന്, എൻ്റെ ഉപ്പ എപ്പോൾ നിൻ്റെ അടുത്ത് വന്നെന്ന്? ഒക്ടോബർ 3-ാം തീയതി ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. എൻ്റെ വീട്ടുകാരോ ആരും അവിടെ വന്നിട്ടില്ല. നീ താമസിക്കുന്ന റൂമിൽ ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. നീ എൻ്റെ അടുത്ത് ഒറ്റയ്ക്കാണ് സംസാരിച്ചതും. നീ ഇതെല്ലാം റെഡിയാക്കണം എന്നുള്ള രീതിയിൽ നിന്ന് നീ അത്രയും സ്നേഹം പ്രകടിപ്പിച്ച് നിനക്ക് തെറ്റ് പറ്റിയതാണ്, മറ്റതാണ് മറിച്ചതാണ്. എൻ്റെ പൊന്നോ, അഭിനയ നാടകം. അതേ ടൈമിൽ നീ മിസ്രീനെയൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് ഏതാ ഷിബിലി നിൻ്റെ ഒരു സ്കീമെന്ന് ആലോചിക്കുന്നത്? എന്നിട്ട് താങ്കളുടെ ഫോൺ എടുത്ത് വന്നിട്ട് ഇത്രയും നേരമായിട്ട് ഏതെങ്കിലും പെണ്ണ് എന്നെ വിളിച്ചാ? ഇപ്പം നിനക്ക് വിശ്വാസമായ? ഞാൻ ഇപ്പം അങ്ങനെയല്ല എന്ന് വരെ നീ എന്നെ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്തു. ആൻഡ് ഒക്ടോബർ 3-ാം തീയതി നീ തലാക്ക് ചൊല്ലിയെന്ന് ഇവളോട് പറയുന്നു. തലാക്ക് ചൊല്ലിയ നിനക്ക് ഞാൻ എന്തിന് പൈസ അയച്ചു തരണം? ഞാൻ പൈസ അയച്ചു തന്ന സ്ക്രീൻഷോട്ട്സ് ഇവിടെ കൊടുക്കാം. ഞാൻ എന്തിനാണ് നിനക്ക് പൈസ അയച്ചു തരുന്നത്? അതെനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ EMI അടയ്ക്കാൻ ആള് ഓൾറെഡി എന്റെ ക്യാഷ് മേടിച്ചായിരുന്നു. നിന്റെ പൈസ വാങ്ങി? എന്റെ പൈസ മേടിച്ച് അപ്പോഴേ തന്നെ. നിന്റെ എത്ര പൈസയാണ് ഫസ്റ്റ് വാങ്ങിയത്? ഫസ്റ്റ് ഒരു 2000 രൂപ ഇടാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ പറഞ്ഞ് ഓക്കെ എടി ഒരു 18,000 രൂപ, ടോട്ടൽ 20,000 ചോദിച്ചെങ്കിൽ ആദ്യം എന്നെ 2,000 ഇടിപ്പിച്ച് അത് കഴിഞ്ഞ് ഒരു 18,000 രൂപ കൂടെ അയക്കാൻ പറഞ്ഞു. അപ്പൊ EMI അടയ്ക്കണം, അത്രയും ബുദ്ധിമുട്ടിലാണ് ഞാൻ, നിനക്ക് ഒരാഴ്ച കഴിയുമ്പോ തരാമെന്നും പറഞ്ഞിട്ട് എന്റെ മേടിച്ചു. അപ്പൊ നീ അവിടെ വിജയിച്ചിരിക്കുന്നു കുട്ടാ. കാരണം നീ ഇമോഷണലി ഒരാളെ നിന്റെ സൈഡിലാക്കി നീ മെല്ലെ ഫണ്ട് വലിക്കാൻ തുടങ്ങി. നീ അവളുടെ അടുത്ത് നിന്ന് 20,000 രൂപ വാങ്ങിച്ചു. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാനിവിടെ കൊടുക്കാം. ഇതേ നീ ഒക്ടോബർ 8-ാം തീയതി എന്നെ വിളിച്ച് 5 മാസം നിനക്ക് സമയം വേണമെന്നും നീ പഠിക്കാൻ പോകണമെന്നും നീ ജോലി ഇതാക്കാൻ പോകണമെന്നും നിനക്ക് തേങ്ങ മാങ്ങ എന്തൊക്കെയോ ഇതുണ്ടെന്നും നീ നല്ലൊരാളായിട്ട് തിരിച്ചു വരുമെന്നും എന്നോട് പച്ചക്കള്ളം പറഞ്ഞിട്ട് നീ ഇരിക്കുകയും അതേസമയം നിന്നോട് പറഞ്ഞു നിൻ്റെ EMI അടച്ചില്ലെങ്കിൽ നീ വരത്തില്ലെന്ന്. അപ്പം നിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? നീ എന്നെ EMIയുടെ ആവശ്യത്തിന് വേണ്ടി കണ്ടായിരുന്നു? അതോ നീ എന്നെ ഒരു ബാങ്കായിട്ടാണോ കണ്ടത്? നിൻ്റെ കാര്യങ്ങൾ നടന്നു പോകാൻ വേണ്ടി മാത്രം ആണ് നീ എന്നെ കണ്ടതെന്ന് നിൻ്റെ വാക്കുകളിൽ നിന്ന് വളരെ എവിഡൻ്റ് ആയിരുന്നു. കാരണം അത് നടന്നോടത്തോട്ട് നീ പോയി, അതാണ് നീ ചെയ്തത്. കാരണം ഞാൻ തരാണ്ടായപ്പോഴത്തേക്കും നിൻ്റെ സ്വഭാവം എനിക്ക് മനസ്സിലായി. ഞാൻ നിനക്ക് വേണ്ടി പൈസ തരാണ്ടായപ്പം നീ കിട്ടുന്ന ആളുടെ അടുത്തോട്ട് പോയി. അതാണ് നീ ചെയ്ത വലിയൊരു ചെറ്റത്തരം. അവൾ എന്തിനു പൈസ കൊടുത്തത്? അവൾ പൈസ കൊടുത്തത് ശുദ്ധ മണ്ടത്തരം. കാരണം ഓൾറെഡി ഞാൻ ഇവളോട് പറഞ്ഞു, ഇവൻ ഒരിക്കലും മോളെ ഇവന് ഒരാളെ സ്നേഹിക്കാൻ പറ്റത്തില്ല. എനിക്ക് സംഭവിച്ചാൽ നിനക്ക് സംഭവിക്കരുത്. അത് അവൾക്ക് ആ ഒരു ടൈമിൽ മനസ്സിലായില്ല. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് കിട്ടുമ്പോഴേ പഠിക്കത്തുള്ളൂ. ആ കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കുട്ടിയുടെ അടുത്ത് ഇത്രയും വട്ടം ഓതി കൊടുത്തോണ്ടിരുന്നത്. നീ ബാക്കി കേൾക്കാം. ഒരാഴ്ച കഴിയുമ്പോ തരാമെന്നാണ് പറഞ്ഞത്. ആഴ്ച EMI അടച്ചു എന്ന് പറഞ്ഞു. പിന്നെ അല്ലാതെ പൈസ കൊടുത്തിട്ടുണ്ട്. അതിപ്പം ഫുഡ്, സിഗരറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അത് ഞാൻ പറയുന്നില്ല കാര്യം. പിന്നെ ഈ പുള്ളിക്ക് ഗോൾഡിന്റെ ഒരു പ്രശ്നം വന്നായിരുന്നു നാട്ടില്. അപ്പം അത് കൊടുക്കാൻ അതറിയാലോ. അപ്പൊ അത് കൊടുക്കാൻ പറ്റാണ്ടാണ് ആള് ബാംഗ്ലൂര് അല്ലെങ്കിൽ പൂനെ പോകുമെന്ന് പറഞ്ഞിരുന്നത്. എന്നോട് പറഞ്ഞായിരുന്നു ബാംഗ്ലൂര് പോകുമെന്ന് ചിലപ്പോ. അത് അറിയാലോ. ഗോൾഡിന്റെ സീന് വന്നപ്പോഴത്തേനും എന്റെ കയ്യിൽ ഒരു കൈച്ചെയിന് കിടപ്പുണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ട്. ആ സ്നാപ്പിന്റെ സ്റ്റോറിയിൽ കൈച്ചെയിനുണ്ട്. അതല്ലേ? കൈച്ചെയിനുണ്ട്. അത് തന്നെ. അപ്പൊ ആള് എന്നെ ആദ്യം കണ്ടപ്പോഴത്തേനും എന്റെ അടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞാ ഈ കയ്യിൽ ഇത് കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട്, നീ ഒരിക്കലും ഇത് ഊരരുത് എന്നൊക്കെ ഒരു ആർഗ്യുമെന്റ് ഇറക്കി. അത് കഴിഞ്ഞ് എന്റെ അടുത്ത് ഈ ഗോൾഡിന്റെ സീന് വന്നപ്പോഴത്തേനും ആൾ എന്റെ അടുത്ത് ചോദിച്ച്, എടി എങ്ങനെയെങ്കിലും ആ കൈച്ചെയിൻ ഒന്ന് ഊരി തരുമോ പ്ലീസ്, ഞാൻ അത്രയും പെട്ട് നിൽക്കുകയാണ്. ഇവൻ അങ്ങ് കരച്ചിലാണ്. ഇവൻ എന്ത് പറഞ്ഞാലും കരഞ്ഞ് മനുഷ്യനെ ഒരു പറഞ്ഞു, എനിക്ക് ഗോൾഡ് ഒന്ന് ഊരിത്താടി, ഞാൻ അതേപോലത്തെ റോൾഡ് ഗോൾഡ് സെയിം എക്സാക്ട് മേടിച്ച് കയ്യിലിട്ട് തരാം.
പ്രൂഫ് മേടിച്ചു തരാം, ഒരു സീനും വരത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ കൊടുത്തില്ല. ഭാഗ്യം. ഗോൾഡ് ഒന്നും കൊടുക്കാൻ പറ്റൂലല്ലോ, അവന് ഓൾറെഡി ഗോൾഡിന്റെ സീൻ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഗോൾഡ് കൊടുത്തില്ല. ഓ, നീ ഗോൾഡ് കൊടുത്തില്ലല്ലോ, അങ്ങനെയെങ്കിലും നീ ഒരു പുണ്യപ്രവൃത്തി കാണിച്ചല്ലോ. അപ്പം ആൾക്ക് ഗോൾഡിൻ്റെ ഒരു സീൻ ഉണ്ടായിരുന്നു, അതായത് ഒരു ആളുടെ അടുത്തുനിന്ന് ഗോൾഡ് വാങ്ങി ഒരു 3 പവൻ. അപ്പം അത് കൊടുക്കാണ്ട് ആശാൻ നൈസായിട്ട് മുങ്ങാൻ നോക്കി, പക്ഷെ അത് വളരെയധികം വലിയ പ്രശ്നമായി. ആ കുട്ടീനെ കോണ്ടാക്ട് ചെയ്യുകയും ചെയ്തിരുന്നു, അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാനിവിടെ കൊടുക്കാം. ആൻഡ് വളരെയധികം മോശം അവസ്ഥയിലോട്ട് ആ കുട്ടീനെ തള്ളിയിടുകയും അത് കൊടുക്കാണ്ടിരിക്കുകയും ചെയ്തപ്പോഴത്തേക്കും അത് വലിയ പ്രശ്നമായി. കേസ് രീതിയിലോട്ട് പോയപ്പോഴത്തേക്കും ആണ് ആശാൻ എന്ത് ചെയ്യുന്നത്, മിസ്രിയുടെ അടുത്ത് ഗോൾഡ് ചോദിക്കുന്നത്. കാരണം മിസ്രിനെ കണ്ടപ്പോൾ തന്നെ ആൾ കഴിച്ചതിനൊക്കെ കണ്ടല്ലോ, അപ്പം നിനക്ക് മനസ്സിലായി കുട്ടിയുടെ ഗോൾഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന്. അതാണല്ലോ നിന്റെ നോട്ടം. ഗോൾഡ് എവിടെ ഉണ്ടോ അവിടെ ശിബിരം ഉണ്ടായിരിക്കും. കാരണം പെൺപിള്ളേർക്ക് പോലും ഇത്രയും ആക്രാന്തം ഗോൾഡിലോട്ടുണ്ടാവില്ല. ഷിബിലിക്കുള്ള അത്രയും ഒരു മനസ്സ് വേറെ ആർക്കും ഉണ്ടാവത്തില്ല. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഷിബിലി നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സ്വർണം, പൈസ, ഇതിലേതെങ്കിലും ഒന്നുണ്ടാവും. അല്ലെങ്കിൽ പെണ്ണായാൽ മതി. ആ ഒരു സ്കീമാണ്. ഓക്കെ, ബാക്കി കേൾക്കാം. ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇയാള് മറ്റേ ബാംഗ്ലൂർക്ക് പോയി. അത് കഴിഞ്ഞ് എന്റെ അടുത്ത് ഫസ്റ്റ് പറഞ്ഞെന്ന് പറഞ്ഞാൽ പൂനെയിൽ പോണെന്നാണ് പറഞ്ഞത്. അതേപോലെ ആര് വിളിച്ചാലും പൂനെയിൽ പോണെന്നേ പറയാവൂ, ഞാൻ പൂനെയിൽ പോണെന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ പറഞ്ഞ ഓക്കെ, നീ പൂനെയിലല്ലേ പോണത് എന്ന് പറഞ്ഞു. അങ്ങനെ ഇവന് ബാംഗ്ലൂര് പോവാനായിട്ട് അന്ന് പിന്നെ എന്തോ ഒരു സാഹചര്യത്തിൽ ആള് പറഞ്ഞു ഞാൻ പൂനെയിലല്ല പോണത്, ബാംഗ്ലൂരാണ് പോണെന്ന് പറഞ്ഞു. അതാരോടും പറയലെന്നല്ലോ പറഞ്ഞോ? ബാംഗ്ലൂർ പോണ ആരെടുത്തും പറയരുതെന്ന് പറഞ്ഞു. ഞാൻ നിന്റെ അടുത്ത് മാത്രമാണ് സത്യം പറയണത് എന്നുള്ള ഒരു സംസാരമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇവൻ ബാംഗ്ലൂര് പോണം അന്ന് തന്നെ ഞാൻ ടിക്കറ്റ് എന്നെ കൊണ്ടെടുപ്പിച്ച്, എടി ടിക്കറ്റ് എടുത്ത് തരുമോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ആടാ ഓക്കെ ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞ് ഞാൻ ടിക്കറ്റ് എടുത്ത് കൊടുത്തു. സ്വന്തം കുഴി പിന്നെയും മിസ്രി തോണ്ടി ടിക്കറ്റ് എടുത്ത് കൊടുത്തതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാനിവിടെ കൊടുക്കാം. പിന്നെയും അവൻ്റെ വാക്കുകൾ വിശ്വസിച്ച് നീ ആ വഴി പിന്നെയും പോയി. അതാണ് നീ ചെയ്ത തെറ്റ്. അടുത്ത കേൾക്കാം. അത് കഴിഞ്ഞിട്ട് നീ ഈ ഇടയിൽ വെച്ചിട്ട് ഫാമിലിയുടെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. അതായത് നീ ഫാമിലിനെ കോണ്ടാക്ട് ചെയ്തിട്ട് നീ കള്ളം പറഞ്ഞില്ലായിരുന്നോ അവന്റെ ഫാമിലിയോട്? എന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞെന്നും അത് അവൻ എന്നെ കൊണ്ട് പറയിച്ചതാണ്. അതായത് എന്റെ വീടിന്റെ കറക്റ്റ് ലൊക്കേഷൻ അവന് ഇതാക്കാൻ പറ്റത്തില്ല. ഞാൻ കോഴിക്കോടാണ് ഞാൻ ഇപ്പൊ നിക്കണത്. ഞാൻ ട്രിവാൻഡ്രം കാര്യമാണെങ്കിൽ ഞാൻ കോഴിക്കോടാണ് ഇപ്പൊ ഉള്ളത്. ഒരു 6-7 month ആയിട്ട് ഞാൻ കോഴിക്കോടാണ്. അപ്പൊ ഇവന് ഒരിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ഫാമിലിയുടെ അടുത്ത് അവന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് നീ വിളിക്കുമ്പോ ആര് വിളിക്കുമ്പോഴായാലും ഞാൻ കോഴിക്കോടുള്ളേന്ന് പറയാൻ പാടില്ല, എന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞതാണെന്ന് ഓൾറെഡി പറയണം. ഇതൊക്കെ അവന്റെ ഇതവൻ എന്നെ കൊണ്ട് പറയിച്ചതാണ്. എനിക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു കാര്യമായിരുന്നു. ഞാൻ പറഞ്ഞു എന്തിനാ അങ്ങനെ പറയണത്, സത്യം പറഞ്ഞപ്പോൾ ഇല്ല അത് നടക്കത്തില്ല, നിനക്ക് സീൻ വരും എന്ന് പറഞ്ഞു. അത് ഫസ്റ്റ് അതായത് നിനക്കൊരു പ്രശ്നവും വരാണ്ടിരിക്കാന്ന് നിന്നെ മാനിപ്പുലേറ്റ് ചെയ്ത്. അങ്ങനെയാണ് ആള് എന്റെ അടുത്ത് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു ശരി, എനിക്ക് സീന് വരാതെ ഇരുന്നാ പോരെ എന്ന് ചിന്തിച്ചിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. എന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞെന്നും ഞാൻ കോഴിക്കോടല്ല, ഞാൻ ഇവിടെ അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് കള്ളങ്ങൾ പറഞ്ഞു നിൽക്കാൻ എനിക്ക് പറ്റൂല. കള്ളങ്ങൾ നിനക്ക് പറയാൻ പറ്റില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. കാരണം അതുകൊണ്ടാണല്ലോ കള്ളങ്ങൾ ഞാൻ പിടിച്ചത്. അപ്പോൾ നീ വീട്ടിൽ പറഞ്ഞു എൻഗേജ്മെന്റ് കഴിഞ്ഞു, നീ കോഴിക്കോടല്ലെന്ന് പറഞ്ഞു, അങ്ങനെ പല കള്ളങ്ങളും നീ പറഞ്ഞു. അത് നീ അവന് വേണ്ടി എന്തിനാ ചെയ്തതെന്ന് ചോദിച്ചാൽ എനിക്കിപ്പോഴും അറിയത്തില്ല. നീ അവൻ്റെ വാക്ക് വിശ്വസിച്ച് നീ നിന്നെ തന്നെ ഒരു മണ്ടിയാക്കിയതേ ഞാൻ പറയത്തുള്ളൂ. അതെന്തിനാ നീ ചെയ്തതെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. കാരണം നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയായിരുന്നു, എന്തിനാ ഇങ്ങനെ ഞാൻ കള്ളം പറയുന്നത്, ഇതിൽ നിന്ന് എന്താണ് നേട്ടം എന്ന് നീ ഒന്ന് ആലോചിക്കണമായിരുന്നു. കാരണം അവൻ നിന്നോട് പറഞ്ഞായിരുന്നല്ലോ അവൻ നിന്നെ കല്യാണം കഴിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരോടൊക്കെ പറഞ്ഞിരുന്നു നിന്നെ കല്യാണം കഴിക്കുമെന്ന്. അപ്പോൾ അങ്ങനെ കല്യാണം കഴിക്കുമെന്നുള്ള ഒരാൾ എന്തിനാണ് നിൻ്റെ വീട്ടിൽ അവൻ്റെ വീട്ടിൽ നിൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു എന്നൊരു കാര്യം അവൻ പറയിപ്പിക്കുന്നത് എന്ന് നിനക്ക് ചിന്തിക്കായിരുന്നു. ബാക്കി കേൾക്കാം. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അതായത് നിന്നെ വിളിച്ചിട്ട് പോകുമ്പോഴത്തേനും എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ പറയും എല്ലാം പോയി, എനിക്ക് കള്ളം പറയാൻ വയ്യ, ഞാൻ സത്യം പറയട്ടെ എന്ന് വെച്ചപ്പോ വേണ്ട, നീ സത്യം ഒന്നും പറയണ്ട, നീയും പെടും, നിന്നെ അവള് പെടുത്തും, അങ്ങനെയൊക്കെ എന്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ അതായത് നിന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നല്ലേ, ലൈക്ക് ഞാൻ എന്തെങ്കിലും ചെയ്യൂന്ന് പറഞ്ഞ് ഇതാക്കി വെച്ച്. അതായത് നീ വല്ലതും ചെയ്യും, നീ ഉറപ്പാണ്, നിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നാറ്റിക്കും, ഉറപ്പാണ് എന്ന് പറഞ്ഞ് എന്നെ ഒരു പിടിച്ച് അവനിലോട്ട് ഇങ്ങനെ അവൻ
ഇതാക്കി നിർത്തും. അപ്പോൾ മനസ്സിലായി മനസ്സിലായി സ്വാഭാവികമായിട്ട് ആളെ വൈഫാണ് നീ, അപ്പോഴത്തേനും ആരായാലും തിങ്ക് ചെയ്യും, ഓ ഇനി അവൾ അങ്ങനെ മനസ്സിലായി ചെയ്യും ഇങ്ങനെ മനസ്സിലായി ചെയ്യും എന്നുള്ളത്. താങ്കൾ പിടിച്ചു നിർത്തിയ രീതി എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു. അതായത് താങ്കൾ ഒരാളെ കൊണ്ട് കള്ളം പറയിപ്പിച്ച് നീ ഒരു തെറ്റും ചെയ്യാത്ത പോലെ നീ അവിടെ മാന്യനെ പോലെ ബാക്കിലിരുന്ന് ഒരാളെ ഇട്ട് കൊടുത്ത് അവളെ കൊണ്ട് മൊത്തം ഇരുന്ന് ചെയ്യിപ്പിക്കുക. താങ്കൾ അവിടെ ക്ലീൻ സ്ലേറ്റ് പോലെ ബാക്കിലിരിക്കുക. വളരെ നല്ലൊരു നാടകമാണ്. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നിങ്ങള് അല്ല അവൻ ബാംഗ്ലൂർ പോയല്ലോ. അപ്പൊ ബാംഗ്ലൂർ പോയപ്പോ എങ്ങനെയായിരുന്നു ആള് സംസാരിച്ചോണ്ടിരുന്നത്? ഇനി ബാംഗ്ലൂർ എന്റെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഇവൻ ദേഹനഹള്ളിയില് ഇത് എയർപോർട്ടിലെ ടാക്സി ഓടാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ഫസ്റ്റ് അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഓന്റെ ആൻഡ്രോയിഡ് ഫോൺ ഇല്ല, എനിക്കൊരു ആൻഡ്രോയിഡ് ഫോൺ മേടിച്ച് തരുമെന്ന് എന്റെ അടുത്ത് ചോദിച്ചായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല ഷിബ്ലി, എനിക്കിപ്പൊ എന്റെ ക്യാഷ് ഇല്ല, എനിക്കിപ്പോ അത് മേടിച്ചു തരാൻ പറ്റത്തില്ല. ഓൾറെഡി അവന് ഞാൻ 20,000 രൂപ കൊടുത്തിക്കണം, EMI അടയ്ക്കാൻ. EMI അടയ്ക്കാൻ വേണ്ടിട്ട് കൊടുത്തു. അപ്പൊ എന്റെ ക്യാഷ് കഴിഞ്ഞായിരുന്നു. അങ്ങനെ തന്നെ ഇവൻ 2-3 ദിവസം കൂടെ കഴിഞ്ഞ് എന്റെ ഫ്രണ്ട് അൻഷിഫും നഹീബ് ഓന്മാര് വന്നിട്ട് അവന്റെ ഫ്രണ്ട്സ് അൻഷിഫും നബിയും ഓന്റെ ഫ്രണ്ട്സ് ഓരെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ലല്ലു നീ ഒരു കാര്യം ചെയ്തോ, ഈടെ പെണ്ണുണ്ട്, പണമുണ്ട്, വണ്ടിയുണ്ട്, റൂമുണ്ട് എന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ചായിരുന്നു. അത് ഊബർ ഓടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അളിയൻ ബാംഗ്ലൂർ പോയി അവിടെ നിന്ന് ടാക്സി ഓടിക്കാൻ, എയർപോർട്ട് ടാക്സി ഓടിക്കാൻ നിൽക്കുമ്പോഴാണ് അളിയൻ്റെ ഫ്രണ്ട്സ് വിളിച്ചിട്ട്, അൻഷിഫും നബിയും ഒക്കെ വിളിച്ചിട്ട്, വേറെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, അവരുടെ പേരൊക്കെ നമുക്ക് വരും വീഡിയോയിൽ ഇടാം. അപ്പം ഫ്രണ്ട്സൊക്കെ വിളിച്ചിട്ട്, പെണ്ണിന് പെണ്ണുണ്ട്, പൈസയ്ക്ക് പൈസ ഉണ്ട്, വേറെ എന്തൊക്കെയുണ്ട് ബാംഗ്ലൂരാണ്, ചിൽ ലൈഫാണ്, എല്ലാം എനിക്ക് മനസ്സിലാവും. ഞാൻ ബാംഗ്ലൂർ വരാത്തൊന്നും ഒരാളല്ല. പക്ഷേ താങ്കൾ ഒരാളെ ജോലിക്ക് വിളിക്കുമ്പോഴത്തേക്കും ഇങ്ങനെയാണോ നിങ്ങൾ വിളിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പെണ്ണിന് പെണ്ണുണ്ട്, ഇവിടെ വന്ന് ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ, നിങ്ങൾ ചിലപ്പോൾ ഷിബിലിയുടെ ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടായിരിക്കും അത് പറഞ്ഞിട്ടുണ്ടാവും. പെണ്ണിന് പെണ്ണുണ്ടെന്ന് പറഞ്ഞാൽ ഷിബിലി ഓടി വരുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പം ഈ വീഡിയോ തന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു 30 സംതിങ് മിനിറ്റ് ആയി. അപ്പോൾ ഇനി ബാക്കി ബാംഗ്ലൂർ വിശേഷം, അളിയൻ ഉണ്ടാക്കിയ ബാംഗ്ലൂർ ഡ്രാമ, ബാംഗ്ലൂർ ഫ്രണ്ട്സിൻ്റെ വിശേഷങ്ങൾ, അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. ആൻഡ് ഓൾസോ നീ അവളെ കൊണ്ട് ആൻഡ്രോയിഡ് ഫോൺ വാങ്ങിക്കാൻ നോക്കിയെന്ന് ഇതിൽ നീ പറയുന്നുണ്ട്. നിനക്ക് ഓൾറെഡി ഒരു ഫോൺ നീ ഒളിപ്പിച്ച് ഉപയോഗിച്ചില്ലായിരുന്നു. ആ ഫോൺ എന്ത് പറ്റി? കേടായിപ്പോയോ? എന്താണ് അതിൻ്റെ ഒരു ഇതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. സോ വരും വീഡിയോയിൽ നിൻ്റെ ബാംഗ്ലൂർ വിശേഷങ്ങൾ, നീ എന്തൊക്കെയാണ് ബാംഗ്ലൂർ ഒപ്പിച്ച് വെച്ചേക്കുന്നത്, നിൻ്റെ നാടകം പാർട്ട് 2 ഞാൻ അതിലിടുന്നതായിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. പാർട്ട് 2 നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് കാണുക.